ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു. ഞാനിവിടെ പറയുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. വളരെയധികം ശുദ്ധഗതിക്കാരും അഭിമാനശീലരുമായിട്ടുള്ള ഈ തൃക്കേട്ട നക്ഷത്രക്കാരിലെ ഈ ഒക്ടോബർ മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടും വളരെയധികം ദീർഘവീക്ഷണത്തോടും കൂടി മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ജന്മരാശ്യാധിപനും 6ാം ഭാവനാഥനുമായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ ഒക്ടോബർ മാസം 26-ാം തീയതി വരെ ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതും ഒക്ടോബർ മാസം 24-ാം തീയതി വരെ അഷ്ടമാധിപനായിരിക്കുന്ന ബുധനും ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ടും സുഖസ്ഥാനമായിട്ടുള്ള 4-ാം ഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും ഭക്ഷണ ക്രമീകരണങ്ങളിലും യാത്രകളിലും എല്ലാം കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. എന്നാൽ കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ഈ ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിൽ കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. നിവൃത്തിനാഥനായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ കർമ്മസ്ഥാനത്തും പിന്നീട് ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നതും കർമാധിപതിയായിരിക്കുന്ന സൂര്യനാണെങ്കിൽ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്ന സമയമാണ്. നിവൃത്തിനാഥനായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ കർമ്മസ്ഥാനത്തും പിന്നീട് ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ടും കർമാധിപതിയായിരിക്കുന്ന സൂര്യനാണെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, എന്നാൽ ഒക്ടോബർ മാസം 17-ാം തീയതിക്ക് ശേഷം ഈ കർമാധിപനായിരിക്കുന്നതായ സൂര്യൻ നീചബലത്തോടു കൂടിയിട്ട് 12-ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് 17-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് ശ്രദ്ധയും അത്ര തന്നെ ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് ചിലവ് വർധനവിന് കൂടുതലും സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. എന്നാൽ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് വിദ്യാർത്ഥികളിൽ. എന്നാൽ ഒക്ടോബർ മാസം 17-ാം തീയതിക്ക് ശേഷം 5-ാം ഭാവനാഥനും സർവേശ്വരകാരകനുമായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്കും 5-ാം ഭാവത്തേക്കും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് ഒക്ടോബർ മാസം 17-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ് വിദ്യാർത്ഥികളിൽ. എന്നാൽ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലെല്ലാം തന്നെ പരസ്പരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട്. അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്.